Hey, welcome to Zine Academy's Zero to Cybersecurity, and this is session for actually ഇതൊരു ലൈവ് സെഷൻ ആയിരുന്നു. ഇത് ലൈവ് സെഷൻ ആയിരുന്നു. ഇത് നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ ആയതുകൊണ്ട് തന്നെ ചില സഹോദരങ്ങൾ പറഞ്ഞു, ഇൻഫാക്റ്റ് എല്ലാവരും പറഞ്ഞു രിജുമ ഉണ്ടായിരുന്നു എന്ത് റെക്കോർഡഡ് സെഷൻ ആയിരിക്കും ലൈവ് സെഷനേക്കാളും ഇതിന് എളുപ്പം. സോ ദാറ്റ്സ് ദ റീസൺ വി ആർ having a recorded session on a Saturday night. Okay, before everything, before clicking any buttons, okay, I want you to ask you something. As of now, ഈ ഒരു മൊമെൻറ്റിൽ ഇൻ്റർനെറ്റിൽ എത്ര ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ടോ? വാട്ട് ഡു യു തിങ്ക്? ടേക്ക് എ വൈൽഡ് ഗെസ്. ഒബ്വിയസ്ലി രണ്ടെണ്ണം ഉണ്ട്. കാരണം ഒന്ന് നിങ്ങൾ കാണുന്ന സ്ക്രീനും ഞാൻ റെക്കോർഡ് ചെയ്യുന്നതും രണ്ടെണ്ണം എന്തായാലും ഉണ്ട്. ഓക്കെ, ഹൂ എൽസ്? നമ്മൾ സൈബർ സെക്യൂരിറ്റി നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ലെറ്റ്സ് ബോൾ പാർക്ക് 20. ഇസ് ദാറ്റ് ഇറ്റ്? നോ. 1 കോടി, 2 കോടി, 3 കോടി, 4 കോടി, 5 കോടി, 6 കോടി? നോ. 1500 കോടി, 15 ബില്യൺ. 1 കോടി 100 എന്ന് പറയുമ്പോൾ 10 കോടി എന്ന് പറയാം. യെസ്, 1500 കോടി ഡിവൈസസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കേവലം ഫോണുകളും ലാപ്ടോപ്പുകളും പി സികളും മാത്രമല്ല, നേരെ മറിച്ച് എനി ഡിവൈസ് ദാറ്റ് ഇസ് കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ് ഫോൾസ് അണ്ടർ ദിസ്. ഓക്കെ, ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്ത എല്ലാം, അത് ഫ്രിഡ്ജ് ആകാം, ഇപ്പം മോഡേൺ ACs ആകാം, വണ്ടികൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുന്ന വണ്ടി, ഇപ്പം ഇലക്ട്രിക് വണ്ടികൾ ടെസ്ലയെ പോലെ വണ്ടികളുണ്ട്. അങ്ങനെ ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളെല്ലാം എന്താണ്? ഇതൊരു വലിയൊരു ലോകമാണ്. But then let's go back and the വർഷം 1969. ഓക്കെ, 1969 ശീതയുദ്ധം അഥവാ കോൾഡ് വാർ. എന്താണ് കോൾഡ് വാർ? കോൾഡ് വാർ എന്ന് വെച്ചാൽ ഈ വെപ്പണറി ഇല്ലാണ്ട് രാജ്യങ്ങൾ നടത്തുന്ന യുദ്ധം. അതായത് അത് പ്രോപ്പഗാൻഡയാകാം, അത് വൺ അപ്പിംഗ് ആകാം. അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൂടുതൽ അഡ്വാൻസ്മെൻറ്റ്സ്, സ്പേസിലേക്ക് പോകുന്ന ആരാണ് അവിടെ ആദ്യം എത്തുക, കമ്മ്യൂണിക്കേഷൻ്റെ വിഷയത്തിൽ. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ്റെ വിഷയത്തിൽ the US military is now terrified. What if the Soviets? ആര് തമ്മിലാണ്? let's go back again, I'm sorry. ആര് തമ്മിലാണ് യുദ്ധം നടക്കുന്നത്? The US Army, the US of A and the Russian Army. So the US military is terrified. What if the Soviets destroy one city and take out all the communication? അവിടെയാണ് അവർ എന്തുണ്ടാക്കിയത്? They created ARPANET. ARPANET. ഇതാണ് ഇൻ്റർനെറ്റിൻ്റെ ഫസ്റ്റ് വേർഷൻ. എന്താണ് സംഭവം? അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റികൾ, അതായത് ഒരു മിലിറ്ററി എക്സ്പെരിമെൻറ്റ്, മിലിറ്ററി പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ 4 യൂണിവേഴ്സിറ്റീസ് തമ്മിൽ അവർ കണക്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ മെസ്സേജ് ഇൻ്റർനെറ്റിലൂടെ അയച്ച ദ ഫസ്റ്റ് മെസ്സേജ് ദാറ്റ് വാസ് ത്രൂ ദ ഇൻ്റർനെറ്റ്, UCLA, അമേരിക്കയിലെ UCLA എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്റ്റാൻഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ചിലേക്ക് അവർ ലോഗിൻ എന്ന് പറയുന്നതിൽ ഇതായിരുന്നു അയക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ LO എന്നടിക്കുമ്പോഴേക്ക് എന്തായി? സിസ്റ്റം ക്രാഷ്. ലെറ്റ്സ് ജസ്റ്റ് പോസ് ആൻഡ് തിങ്ക്. 2 അക്ഷരം ലോഗിൻ, LOGIN, 5 അക്ഷരങ്ങൾ അയക്കുമ്പോഴത്തേക്ക് സിസ്റ്റം ക്രാഷായി. അത്രയും കമ്മ്യൂണിക്കേഷൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. 5 അക്ഷരങ്ങൾ അയക്കുന്നതിന് വരെ അത്രയും കമ്മ്യൂണിക്കേഷൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ആൻഡ് വി വിൽ സീ ദാറ്റ് ഇൻ സിസ്കോ നെറ്റ്വർക്ക് പാക്കറ്റ് ട്രേസർ. ഒരു കുഞ്ഞി കാര്യം നടക്കണം തന്നെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് വി വിൽ സ്ലോ ഇറ്റ് ഡൗൺ ടു ബുള്ളറ്റ് ടൈം ആൻഡ് ദെൻ വിൽ സീ. ബട്ട് ലെറ്റ്സ് പോസ്. ഇമാജിൻ നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെ വീഡിയോയിൽ കാണുന്നതും ഇത് ബാക്കിൽ പച്ച കളറുള്ളതും ഞാനിങ്ങനെ കൈകൊണ്ടാക്കുന്നതും എൻ്റെ സൗണ്ടെല്ലാം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. കോൺസ്റ്റൻറ്റ് പാക്കറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറ്റ്സ് ഫ്ലോവിങ്. എന്നിട്ട് അത് ഇവിടുന്ന് അയക്കുന്നത് മാത്രമല്ല, അത് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നുണ്ട്, അത് കറക്റ്റ് ഓർഡറിൽ വെക്കുന്നുണ്ട്. ഇറ്റ്സ് എ ലോട്ട് ഓഫ് തിങ് ദാറ്റ്സ് ഹാപ്പനിങ്. വി നീഡ് ടു pause and appreciate this is a technology that we have right here. This is a ni'mah from Allah. All right? അപ്പം ചുരുക്കി പറഞ്ഞാൽ ആദ്യം ഇൻ്റർനെറ്റിലൂടെ അയച്ച അക്ഷരങ്ങൾ L and O. 1969 തുടങ്ങിയ ഒരു ചെറിയ പക്ഷേ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഫലമായിട്ടാണ് ഇതിനില്ല നമുക്ക് ഇന്ന് എന്ത് ചെയ്തത്, നമ്മളുടെ ഇന്ന് ഇൻ്റർനെറ്റ് ഉള്ളത്. Okay, now that's enough talking for the day. Now let's jump into the Cisco network packet tracer. അതിന് നിങ്ങൾക്ക് ARPANET ഇത് കാണും. ARPANETൻ്റെ ഫസ്റ്റ് ലോജിക്കൽ മാപ്പ്. ദിസ് ഈസ് ARPANET's ലോജിക്കൽ മാപ്പ്. അല്ലാഹു അക്ബർ. I don't know what that is. Okay, അത് അന്നത്തെ ഒരുപാട് ടെക്നോളജിക്കൽ ടെർമിനോളജീസും അന്നത്തെ ടെക്നോളജിക്കൽ we don't know. Okay, but it looks sure complex. Okay,
I will show you something that looks very similar to this but easier and modern, and that is Cisco Network Packet Tracer. ഓക്കെ, അപ്പോൾ സിസ്കോ നെറ്റ്വർക്ക് പാക്കറ്റ് ട്രേസറിൽ നമുക്കിവിടെ എന്ന് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് സീ മൈ ഫേസ് അഗൈൻ. ഓക്കെ, നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്താൽ നെറ്റ്വർക്കായി. നമ്മൾ പൊതുവെ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുക നമ്മൾ ഈ www. അല്ലെങ്കിൽ ഗ്ലോബൽ നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് ആണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഒരു പക്ഷേ എൻ്റെ പി സിയും അപ്പുറത്തെ പി സിയും ഞാൻ ഒരു വയർ വെച്ച് എത്തർനെറ്റ് കേബിൾ വെച്ച് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്താൽ അതൊരു നെറ്റ്വർക്കായി. ഒന്നിൽ കൂടുതൽ ഡിവൈസസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നെറ്റ്വർക്കായി. അത് ഇപ്പോൾ ലെറ്റ്സ് അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്താണ്? ഒരു ഓഫീസിൽ 1500 ഡിവൈസസ് ഉണ്ട്. അതിൻ്റെ അകത്ത് പ്രിൻറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഇലക്ട്രിക്കൽ മറ്റേ ലൈറ്റുകളുണ്ട്. അതെല്ലാം ഒരുമിച്ച് കാണും. ഒരുപാട് PCs ഉണ്ട്, ഒരുപാട് എംപ്ലോയീസിൻ്റെ ഒരുപാട് ഡിവൈസസ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണെങ്കിൽ അതൊരു നെറ്റ്വർക്കാണ്. അതിന് പുറം ലോകമായിട്ട് കണക്ഷൻ വേണമെന്നില്ല. ഓക്കെ, now why am I saying that? I'm saying that because ഇവിടെ പാക്കറ്റ് ട്രേസറിൽ നമ്മൾക്ക് എന്താണുള്ളത്? നമുക്ക് 2 നെറ്റ്വർക്ക്സ് ആണ് ഉള്ളത്. ഓക്കെ, സോ ഫേസ്റ്റ്ലി വി ഹാവ് ദി ബോയ്സ് നെറ്റ്വർക്ക്. ബോയ്സ് നെറ്റ്വർക്കിൽ നമ്മളുടെ റിസ്വാൻ ഉണ്ട്, we've got our brother ഷാൻ ആൻഡ് ബാസിം ആൻഡ് സെയ്ദ്. അപ്പം 4 ഡിവൈസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കണക്റ്റഡ് ആണ്. എങ്ങനെയാണ് ഇവർ കണക്റ്റഡ്? ദേ ആർ കണക്റ്റഡ് വയ എ ഡിവൈസ് കോൾഡ് ഹബ്. എന്താണ് ഹബ്? വിൽ ഗെറ്റ് ടു ദാറ്റ്. ഓക്കെ, then we've got okay, you know what, let's not go to the guild side. അപ്പം ഇവിടെ this is Cisco Network Packet Tracer, right? അപ്പം എനിക്കിവിടെ റിസ്വാനിൽ നിന്ന് സെയ്ദിലേക്ക് ഒരു മെസ്സേജ് അയക്കണം. ഓക്കെ, അപ്പോൾ ഈ മെസ്സേജ് അയക്കുമ്പോൾ റിസ്വാൻ അറിയണം സെയ്ദ് അവിടെ ഉണ്ടോയെന്ന്. അപ്പോൾ നമ്മൾ ഏയ് സെയ്ദ അവിടെ ഉണ്ടടാ എന്ന് ചോദിക്കുന്നതിൻ്റെ ഇക്വവലൻ്റാണ് നമ്മൾ കാലി ലിനക്സിലെ CLI നമ്മൾ പഠിച്ചില്ലായിരുന്നു, വ്യത്യസ്ത ക്വയറികൾ. അതുപോലെ റിസ്വാൻ സെയ്ദിനോട് സെയ്ദേ മോനെ അവിടെ ഉണ്ടോ എന്നെങ്ങനെയാണ് ചോദിക്കുക? നമ്മൾ അതിനുപയോഗിക്കുന്ന കമാൻഡാണ് പിങ്, PING. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദാറ്റ്. ഞാൻ റിസ്വാൻ ഞെക്കുന്നു. നിങ്ങൾ ഇത് കാണുന്നില്ലല്ലേ? ഓക്കെ, വെയിറ്റ് ലെറ്റ് മീ പോസ്. ഓക്കെ, സോറി ഫോർ ദാറ്റ്. ഓക്കെ, ഇവിടെ റിസ്വാനിൽ നിന്ന് സെയ്ദിലേക്ക് പോകണമെങ്കിൽ നമ്മൾ റിസ്വാനെ ഞെക്കും. me just check if it's visible. Yes, it is visible. Good. Okay, നമ്മൾ അതിൻ്റെ ഡെസ്ക്ടോപ്പിൽ പോകും, കമാൻഡ് പ്രോംപ്റ്റിൽ പോകും. സെയിം നമ്മൾ കാലി ലിനക്സിലെ ടെർമിനൽ ഓപ്പൺ ചെയ്തില്ലേ? ഇറ്റ്സ് എ സെയിം തിങ്. ഇറ്റ് ഈസ് ദ സെയിം തിങ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാനിവിടെ പിങ്. ഓക്കെ, സെയ്ദ് അടിച്ചാൽ വരുമോ? ലെറ്റ്സ് ചെക്ക്. പിങ് സെയ്ദ്. നോ, സെയ്ദ് അടിച്ചാൽ വരില്ല. എന്തടിക്കണം? സെയ്ദിൻ്റെ IP അഡ്രസ്. നമ്മൾ പറഞ്ഞു IP അഡ്രസ് എന്ന് വെച്ചാൽ ഫോൺ നമ്പറൊക്കെ പോലത്തെ ഒരു സാധനമാണ്. ഓക്കെ, ഞാനിപ്പോൾ കോൾ ഫാത്തിമ, if I say കോൾ മഷാൽ എന്ന് പറയുന്നത് എൻ്റെ ഫോണിന് അറിയില്ല എന്ത് മഷാൽ. അപ്പോൾ അവിടെ എന്താണ്? ഞാൻ മഷാൽക്കാരൻ്റെ ഫോൺ നമ്പറാണ് അടിക്കേണ്ടത്. ഓക്കെ, ആ ഫോൺ നമ്പർ കോൺടാക്റ്റ് ബുക്കിൽ സേവ് ചെയ്തത് മഷാൽ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് പേരായിട്ട് എന്ന് മാത്രം. പക്ഷേ ഫോണിന് എന്തേ മനസ്സിലാവുള്ളൂ? ഫോണിന് മനസ്സിലാവുക ഫോൺ നമ്പറാണ്. അതുപോലെ ടെർമിനലിന് മനസ്സിലാവുക എന്താണ്? നമ്മൾ അവരുടെ IP അഡ്രസ്സ് കൊടുത്താലാണ്. ലെറ്റ്സ് സീ വാട്ട്സ് IP അഡ്രസ്. 10.1.2.5. ഓക്കെ, അതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ല. ഈ സിമുലേഷൻ ഞെക്കുക. ഓക്കെ, സിമുലേഷൻ എന്ന് വെച്ചാൽ സിമുലേഷൻ ടാബ്. ഓക്കെ, സിമുലേഷൻ എന്ന് വെച്ചാൽ ഇത് ശരിക്കും ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നടക്കുമല്ലോ, നടക്കും. അപ്പോൾ അത് നമ്മൾ സ്ലോ ചെയ്തിട്ട് we are going to watch it happening in bullet time. Okay, my boy Rizwan, come back. Okay, ഞാൻ പിങ് ചെയ്യാണ്. ഓക്കെ, ഞാൻ പിങ് ചെയ്യുമ്പോൾ ബാം, ഇവിടെ റിസ്വാൻ്റെ അടുത്തൊരു പാക്കറ്റ് വന്നു. the actual word is frame, but let's just call it packet. ഓക്കെ, അപ്പോൾ ഇവിടെ റിസ്വാൻ്റെ കയ്യിൽ ഒരു എൻവലപ്പ് വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ എൻവലപ്പ് റിസ്വാൻ ഇനി എന്ത് ചെയ്യാണ്? സെയ്ദിലേക്കാണ് എത്തേണ്ടത്. ലെറ്റ്സ് സി. വിൽ ക്ലിക്ക് നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ അത് ഹബിലേക്ക് പോയി. ഇനി ഹബ് എന്ത് ചെയ്യണം? ഹബ് സെയ്ദിലേക്കാണ് അയക്കേണ്ടത് അല്ലേ? ഹബ്ബേ സെയ്ദിലേക്ക് അയക്കൂ. നോ, ഹബ്ബ് ചെയ്ത് എന്താണ്? ഹബ്ബ് എല്ലാവർക്കും അയച്ചു. ഹബ്ബ് ബാസിമിനും അയച്ചു, ഷാനിനും അയച്ചു, സെയ്ദിനും അയച്ചു. പക്ഷേ ഇത് നിങ്ങളിങ്ങനെ XXXX എന്ന് കാണുന്നില്ലേ? അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് ബാസിമിനും ഷാനിനും ഉള്ളതല്ല. അതുകൊണ്ട് അവരത് റിജക്റ്റ് ചെയ്യുന്നു. സെയ്ദിനുള്ളതാണ്. അപ്പോൾ സെയ്ദ് എന്ത് ചെയ്തു? സെയ്ദിന് അത് കിട്ടി, എല്ലാവർക്കും അത് കിട്ടി. ഹബ്ബ് അത് എല്ലാവർക്കും അയച്ചു. അപ്പോൾ സെയ്ദ് എന്ത് ചെയ്തു? സെയ്ദ് അത് തിരിച്ച് ഞാൻ ഇവിടെ ഉണ്ടടാ എന്ന് തിരിച്ച് ഹബ്ബിലേക്ക് പറഞ്ഞു.
പക്ഷേ ഞാനിവിടെ ഉണ്ടടാ എന്ന് പറയുന്നത് ആരും കേൾക്കുന്നുണ്ട്. ലെറ്റ്സ് സി എന്താ ഹബ്ബ് ചെയ്യാൻ പോകുന്നത്. ഹബ്ബ് അത് തിരിച്ച് എല്ലാവർക്കും അയച്ചു. അത് ബാസിമിനും അയച്ചു, ഷാനും അയച്ചു, റിസ്വാനും അയച്ചു. ഓക്കെ, അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും XX കാരണം അവർക്കുള്ളതല്ല. പക്ഷേ ഇത് റിസ്വാന് മാത്രം എന്താ ടിക്ക്. ഓക്കെ, അപ്പോൾ അവരുടെ ഇടയിൽ പിങ് ചെയ്തു, സാധനം കിട്ടി. ഓക്കെ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ഒബ്വിയസ്ലി എന്താണ് പ്രശ്നം? റിസ്വാനും സെയ്ദിൻ്റെ ഇടയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ബാക്കി എല്ലാവരും അറിയുന്നുണ്ട്. ഓക്കെ, ഐഡിയലിസ്റ്റിക്കലി ബാസിമും ഷാനും എന്ത് പറയും? ഞങ്ങൾക്കുള്ളതല്ല ഇത്. ഓക്കെ, ഇത് അവർ ഇങ്ങനെ അവരിലേക്ക് കത്ത് വന്നപ്പോൾ അവർ ഓക്കെ റിസ്വാനുള്ളതാണ്, അത് എനിക്കുള്ളതല്ല പറഞ്ഞവർ അവർ തുറക്കാണ്ട് അവരെ ഒഴിവാക്കും, അവർ ഇഗ്നോർ ചെയ്യും. പക്ഷേ ഇവിടെ ഒരു ഹാക്കറിൻ്റെ ആലോചിച്ചൊക്കെ, ഇഫ് ദർ ഇസ് എ ഹാക്കർ ഇൻ ബിറ്റ്വീൻ ദിസ്, എവറി മെസ്സേജ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന എല്ലാ മെസ്സേജും, എല്ലാ പാസ്വേഡും, എവറിത്തിങ് they can see and he is loving it. Okay, every ping ഈ ഹാക്കറിന് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ഹബ്ബാണ്. ഹബ്ബ് എന്താണ്? ഹബ്ബ് ഇസ് ഡം. ഹബ്ബിന് എന്താണ്? ഹബ്ബിന് ബ്രെയിൻ ഇല്ല. ഹബ്ബ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഹബ്ബിന് എന്ത് കിട്ടിയോ അത് ആ ഇലക്ട്രിക്കൽ സിഗ്നൽ ബാക്കി എല്ലാവർക്കും അയക്കും. ദാറ്റ് ഇസ് ഇറ്റ്. ഹബ്ബ് അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നം. ഒബ്വിയസ്ലി പ്രൈവസി ഒരു പ്രശ്നമാണ്. പിന്നെയുള്ള പ്രശ്നം എന്താണ്? പിന്നെയുള്ള പ്രശ്നമാണ് ഈ ഒരുപാട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇത് എല്ലാവർക്കും അയക്കുന്നതിന് എത്ര നെറ്റ്വർക്ക് ബാൻഡ് വിഡ്ത്താണ് വേസ്റ്റ് ആകുന്നത്. ഓക്കെ, ഭയങ്കര നെറ്റ്വർക്ക് ട്രാഫിക് കൂടും, പ്രൈവസി ഇല്ല, അങ്ങനെ ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് പരിഹാരമായിട്ടാണ് നമ്മൾക്ക് എന്ത് വന്നത്. നൗ ലെറ്റ്സ് ഗോ ടു our girls gang. Where's our girls gang? Okay, let me just reset the simulation. Okay, here, let's do the same thing. Okay, ഇവിടെ നമുക്ക് സഫക്ക് സൈനബിന് മെസ്സേജ് അയക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സഫയിൽ ഞെക്കുന്നു. വി ആർ ഗോയിങ് ടു ഡെസ്ക്ടോപ്പ്. സഫേൻ്റെ കമാൻഡ് പ്രോംപ്റ്റിലേക്ക് പോകുന്നു. ഇവിടെ വരുന്നു. ഞാൻ സഫേനോട് പറയുന്നു, സഫക്ക് സൈനബിനോട് പറയണം. അപ്പം പിങ് സൈനബിൻ്റെ 10.1.5 10.1.1.5. Now let's see what's happening. Okay, സിമുലേഷനിലാണുള്ളത്. ഓക്കെ, ഇപ്പം സഫേൻ്റെ കയ്യിലാണുള്ളത്. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, സഫ സ്വിച്ചിലേക്ക് അയച്ചു. ഓക്കെ, സ്വിച്ച് സൈനബിലേക്ക് അയച്ചു. സൈനബ് തിരിച്ച് സ്വിച്ചിലേക്ക് അയച്ചു. സ്വിച്ച് അത് തിരിച്ച് സഫയിലേക്ക് അയച്ചു. ഗുഡ്. അവിടെ ഫാത്തിമയെ അറിഞ്ഞിട്ടില്ല, സെഹലെ അറിഞ്ഞിട്ടില്ല, അവരുടെ ഇടയിൽ അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നും ആരും അറിഞ്ഞിട്ടില്ല. സഫയ്ക്ക് അയച്ച മെസ്സേജ് സൈനബിന് മാത്രം കിട്ടി. സൈനബ് തിരിച്ച് ഞാനിവിടെ ഉണ്ട് സഫ എന്ന് പറഞ്ഞ് തിരിച്ച് സഫയ്ക്ക് അയച്ചു. ഗുഡ്, കാം, നത്തിങ്, പ്രൈവസി ഈസ് എൻഷുർഡ്. ബട്ട് ദെൻ ഹൗ ഡസ് ദിസ് വർക്ക്? ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഈ സ്വിച്ചിന് ഇത് മനസ്സിലാകുന്നത്? സ്വിച്ചിന് എങ്ങനെ മനസ്സിലാകുന്നുണ്ട്? സ്വിച്ചിന് എങ്ങനെ മനസ്സിലായി ഇത് സൈനബാണ്, സൈനബിൻ്റെ അഡ്രസ്സ് സൈനബ്, ഇത് കറക്റ്റ് സൈനബിനാണ് അയക്കേണ്ടത്? സ്വിച്ചിന് എങ്ങനെ മനസ്സിലായി? അവിടെയാണ് നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത് ഹബ്ബിനെ പോലെ ഇറ്റ്സ് നോട്ട് ഡം. സ്വിച്ചിനൊരു ബ്രെയിൻ ഉണ്ട്. സ്വിച്ച് ഇൻ്റലിജൻ്റാണ്. സ്വിച്ച് എന്ത് ചെയ്യും? സ്വിച്ച് ഓരോ ആളുകളുടെ അഡ്രസ്സുകൾ സേവ് ചെയ്ത് വെക്കും. ആ സേവ് ചെയ്ത് വെക്കുന്നതിന് നമ്മൾ ക്യാം ടേബിൾ എന്ന് പറയുന്നത്. What's that? I'll explain to you. Okay, we are going to go in deeper. The switch. ഈ സ്വിച്ചിന് എങ്ങനെയാണ് ഹബ്ബിന് ചെയ്യാൻ പറ്റാത്ത, കറക്റ്റ് ആളുകൾക്ക് മാത്രം എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു പ്രവൃത്തി എങ്ങനെയാണ് സ്വിച്ചിന് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, സ്വിച്ചിന് ഒരു ബ്രെയിൻ ഉണ്ട്. ഓക്കെ, ദ സ്വിച്ച് ഹാസ് എ ബ്രെയിൻ. ഈ ബ്രെയിൻ എന്താണ് ഓർമ്മിച്ച് വെക്കുന്നത്? ഈ ബ്രെയിൻ ഓർമ്മിച്ച് വെക്കുന്നത്, അതായത് എൻ്റെ പോർട്ട് 1 സഫയാണ്. ഓക്കെ, എൻ്റെ പോർട്ട് 4 സൈനബ് താമസിക്കുന്നത്. എൻ്റെ പോർട്ട് 2 ആര് താമസിക്കുന്നത്? സഹല താമസിക്കുന്നത്. എൻ്റെ പോർട്ട് 2 ഫാത്തിമ താമസിക്കുന്നത്. അപ്പം സഫയിൽ നിന്ന് സൈനബിലേക്ക് ഒരു കാര്യം എത്തിച്ചു കൊടുക്കണമെങ്കിൽ സ്വിച്ചിന് അറിയാമെന്ത്? ഐ നോ സൈനബ് പോർട്ട് 4 ജീവിക്കുന്നതെന്ന് കറക്റ്റ് ആർക്കറിയാം? സ്വിച്ചിനറിയാം. ഓക്കെ, പക്ഷേ ഈ സ്വിച്ചിന് എന്തറിയില്ല? സ്വിച്ചിന് സൈനബിനെ സൈനബായിട്ടോ സഫേനെ സഫയായിട്ടോ അല്ല സ്വിച്ചിന് അറിയുന്നത്. സ്വിച്ചിന് അറിയുന്നത് ഈ നിങ്ങൾ ഈ കാണുന്ന ലെയർ 2 അഡ്രസ്സായിട്ടാണ്. എന്താണ് ലെയർ 2 അഡ്രസ്സ്? ഈ ലെയർ 2 അഡ്രസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാക് അഡ്രസ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് മാക് അഡ്രസ്സ്? മാക് അഡ്രസ്സ് എന്ന് വെച്ചാൽ ഓരോ ഡിവൈസിനും ബേൺട്ടിൻ, അതായത് ഈ ഡിവൈസിന് എല്ലാ ഡിവൈസിനും ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്ത എല്ലാ ഡിവൈസിനും എന്തുണ്ട്? മാക് അഡ്രസ്സ് ഉണ്ട്. ഇൻഫാക്ട് ഐ ക്യാൻ ഷോ യു. ഓക്കെ, ലെറ്റ് മീ സീ ഇഫ് ഐ ക്യാൻ ഷോ യു. ലെറ്റ് മീ ഷോ യു. ഓക്കെ, ഇത് ഒരു നെറ്റ്വർക്ക് എക്സ്റ്റൻഡറാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്റ്റൻഡറിൻ്റെ ബാക്കിൽ ഐ എം നോട്ട് ഷുവർ ഇഫ് യു ക്യാൻ സീ, ഇവിടെ എന്താണ് നിങ്ങൾ മാക് കാണുന്നുണ്ടോ?
ഓക്കെ, MAC അഡ്രസ്. അങ്ങനെ എല്ലാത്തിനും എന്തുണ്ട്, everything has MAC address. Even the device that you're watching right now, അതിന് എന്തുണ്ട്, ഒരു MAC address ഉണ്ട്. Okay, now let's go back. Okay, now we're back. Okay, അപ്പം എല്ലാ കാര്യങ്ങൾക്കും MAC address ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഈ സ്വിച്ചിന് അറിയുന്നത്, the switch knows Safa as 00, എന്തായിരുന്നു ഇവരുടെ MAC address, 00E, okay, 0BO. ഇതായിട്ടാണ് ആർക്കറിയുന്നത്, ഈ സ്വിച്ചിന് സഫേനെ അറിയുന്നത്. അപ്പം സഫ ഈ MAC അഡ്രസ് വെച്ചിട്ട് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ സ്വിച്ചിന് മനസ്സിലാവും, ഓക്കെ എൻ്റെ പോർട്ട് 1 കണക്ട് ചെയ്യുന്നത് 00E 0B0590A97 ആണ്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യും, അവൾ ജീവിക്കുന്നത്, അതായത് സഫ ജീവിക്കുന്നത് പോർട്ട് എയിലാണെന്ന് ആദ്യം പഠിക്കും, സ്വിച്ച് പഠിക്കും. അങ്ങനെ തന്നെ സൈനബിൻ്റെയും സഹലേൻ്റെയും ഫാത്തിമേൻ്റെയും എന്താണ് ബൈഹാർട്ട് ചെയ്ത് വെക്കുക, MAC അഡ്രസ്സാണ്. എന്തുകൊണ്ട് IP അഡ്രസ് ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നില്ല? കാരണം സ്വിച്ച് എന്ന് പറയുന്നത് ഒരു ലെയർ 2 ഡിവൈസാണ്. വെയിറ്റ് എ മിനിറ്റ്, എന്താണ് ഈ ലെയറുകൾ? ഓക്കെ, ലെയേഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു വിൽ ഗെറ്റ് ടു ദാറ്റ്. അതിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ഇത് ലെയർ 2 ആണ്. ഈ MAC അഡ്രസ്സ് താമസിക്കുന്നത് ലെയർ 2ലാണ്. അപ്പോൾ ലെയർ 1 എന്താ? വാട്ട്സ് ലെയർ 1? ലെയർ 1 എന്ന് പറയുന്നത് നമ്മളെ ഫിസിക്കൽ കണക്ഷൻസ്. നിങ്ങളിതെപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഈ എത്തർനെറ്റ് കേബിളില്ലേ, അത് ഒരു ലെയർ 1 ഡിവൈസാണ്. ഓക്കെ, ലെയർ 1 ഈ കണക്ഷൻ വരുന്ന ഈ കേബിളില്ലേ, ഇതൊരു ലെയർ 1 ഡിവൈസാണ്. ഓക്കെ, ലെയർ 2 എന്താണ് വരുന്നത്? ലെയർ 2 വരുന്നത് MAC അഡ്രസ്സാണ്. ഓക്കെ, ലെയർ 1 ഫിസിക്കലാണ്. ഓക്കെ, ഫിസിക്കൽ ഈ കണക്ഷൻസ്, വയർ, നേരത്തെ പറഞ്ഞ എത്തർനെറ്റ് കേബിൾ, എട. ലെയർ 2നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡാറ്റ ലിങ്ക് ലെയർ. ഓക്കെ, ഡാറ്റ ലിങ്ക് ലെയർ എന്നാണ് പറയുന്നത്. ലെയർ 3ലാണ് ആര് താമസിക്കുന്നത്? നമ്മളുടെ IP അഡ്രസ്സ് താമസിക്കുന്നത്. പക്ഷേ ഈ സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം സ്വിച്ച് ലെയർ 3നെ കാണുന്നേ ഇല്ല. സ്വിച്ച് എന്ന് പറയുന്നത് ലെയർ 2 ഡിവൈസാണ്. ഓക്കെ, അപ്പം സ്വിച്ച് സഹലേനെ മനസ്സിലാക്കുന്നത് അവളുടെ MAC അഡ്രസ്സ് വെച്ചിട്ടാണ്, സഫേനെ മനസ്സിലാക്കുന്നത് അവളുടെ MAC അഡ്രസ്സ് വെച്ചിട്ടാണ്. എന്ത് വെച്ചിട്ടല്ല? അവരുടെ IP അഡ്രസ്സ് വെച്ചിട്ടല്ല. ദാറ്റ്സ് വൈ വി ആർ ഡീലിംഗ് വിത്ത് MAC അഡ്രസ്. ഓക്കെ, അപ്പം ഇതൊക്കെ ഓർമ്മിച്ച് വെക്കുന്നത്, അതായത് പോർട്ട് 1, എൻ്റെ പോർട്ട് 1 ജീവിക്കുന്നത് ഈ MAC അഡ്രസ്സാണ് എന്നും ഞാൻ എഴുതുന്നില്ല. അങ്ങനെ പോർട്ട് 2 ജീവിക്കുന്നത് ഈ MAC അഡ്രസ്സാണോ, ഇതെല്ലാം സേവ് ചെയ്ത് വെക്കുന്ന, അഥവാ സ്വിച്ചിൻ്റെ ബ്രെയിനിൽ നമ്മൾ വിളിക്കുന്നതാണ് CAM ടേബിൾ. ഈ CAMൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ കോണ്ടൻറ്റ് അഡ്രസ്സബിൾ ടേബിൾ, കോണ്ടൻറ്റ് അഡ്രസ്സബിൾ മെമ്മറി. ഓക്കെ, അതാണ് CAM. ഈ CAM ടേബിളിൽ എന്ത് ചെയ്യും, ഈ സഫേൻ്റെയും സഹലേൻ്റെയും ഫാത്തിമേൻ്റെയും സൈനബിൻ്റെയൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് അടുത്ത പ്രാവശ്യം സഫക്ക് ഫാത്തിമയ്ക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ കറക്റ്റ് അറിയാം വഴി. ഓക്കെ, ഹബ്ബിന് ആ ബ്രെയിൻ ഇല്ല, ഹബ്ബിന് ഒരു CAM ടേബിൾ ഇല്ലാത്തത് കൊണ്ടാണ്, ഈ ഒരു മെമ്മറി ഇല്ലാത്തതുകൊണ്ട്, കോണ്ടൻറ്റ് അഡ്രസ്സബിൾ മെമ്മറി, ഈ മെമ്മറി ഇല്ലാത്തത് കൊണ്ടാണ് ആർക്ക് എന്ത് ചെയ്യുന്നത്, ഹബ്ബ് ഇവിടെ തോറ്റു പോകുന്നത്. പക്ഷേ സ്വിച്ചിന് എന്തുണ്ട്, അതുള്ളത് കൊണ്ടാണ് സ്വിച്ചിന് കറക്റ്റ് ആൾക്ക് മാത്രം അയക്കാൻ പറ്റുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദിസ് ഇൻ ആക്ഷൻ. ഓക്കെ, വി ആർ ബാക്ക്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് സഫയിൽ നിന്ന് സൈനബിലേക്ക് ഒന്നുകൂടി അയച്ചു നോക്കാം. പക്ഷേ നമ്മൾ എങ്ങനെയായിരുന്നു അയക്കുക? സഫയിൽ പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ ബാക്ക്. നമുക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. സഫയിൽ പോകാം, നമ്മൾ ഡെസ്ക്ടോപ്പിൽ പോകുന്നു, കമാൻഡ് പ്രോംപ്റ്റിൽ പോകുന്നു. ഇവിടെ നമ്മൾ പിങ് സൈനബിൻ്റെ IP അഡ്രസ്സാണ് നമ്മളിവിടെ അടിക്കുന്നത്. ഓക്കെ, 10.1.5 ഓക്കെ, ഇതിലേക്ക് അയക്കുന്നു. അപ്പം ഇവിടെ കണ്ടോളേ, ഇവിടെ ഞാൻ നെക്സ്റ്റ് കൊടുത്തു. നമുക്ക് ഈ എൻവലോപ്പും ജസ്റ്റ് ഞെക്കാം. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തു. സ്വിച്ചിലെത്തി. ഓക്കെ, സ്വിച്ചിലെത്തിയാൽ കണ്ടോ, സ്വിച്ചിലെത്തിയപ്പോൾ ലെയർ 3 ഇല്ല. കാരണം സ്വിച്ചിലാകെ ലെയർ 2 MAC അഡ്രസ്സാണ് സ്വിച്ചിന് അറിയുന്നത്. ഓക്കെ, അങ്ങനെ സ്വിച്ച് അത് ഒന്നുകൂടി എന്ത് ചെയ്യുന്നു, സ്വിച്ച് അത് കറക്റ്റ് സൈനബിന് അയക്കുന്നു. ഓക്കെ, പക്ഷേ സൈനബിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ എന്തുണ്ട്, അത് ലെയർ 3. ഓക്കെ, ഇതെന്താണ്, എങ്ങനെയാണ്, ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് നാളത്തെ ലൈവ് സെഷനിൽ വിൽ ഡിസ്കസ്. ഓക്കെ, പക്ഷേ അവരങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നത് ഓക്കെ ഇത് ഇന്ന IP അഡ്രസ്സിൽ നിന്നാണ് വന്നത് എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. ഓക്കെ, പക്ഷേ തിരിച്ചത് എവിടത്തേക്ക് പോവാണ്, സ്വിച്ചിലേക്ക് പോവാണ്. ഓക്കെ, സ്വിച്ചിലേക്ക് പോകുന്നു. അപ്പം ഞാനിനി ഇത് ഞെക്കിയാൽ കണ്ടോ, തിരിച്ച് ലെയർ 2ലേക്ക് തന്നെ.
സ്വിച്ച് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വിഷയം സ്വിച്ച് എന്ന് പറയുന്നത് ലെയർ 2 ഡിവൈസ്, അത് ഡാറ്റ ലിങ്ക് ലെയർ. ഓക്കെ, അതിന് നിങ്ങൾക്ക് അതിനെ അപ്പുറത്തേക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് റിമെമ്പർ ദിസ്, സ്വിച്ച് എന്ന് പറയുന്നത് ലെയർ 2 ഡിവൈസാണ്. ലെയർ 2ൽ അതിന് IP അഡ്രസ്സസ് എന്താണെന്ന് പോലും അറിയില്ല, അത് വർക്ക് ചെയ്യുന്നത് MAC അഡ്രസ്സിലാണ്. ഇതുപോലെ തന്നെ ലെറ്റ് മീ ജസ്റ്റ് യു ഗൈസ് സീ മൈ ഫേസ്. ഓക്കെ, ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞില്ലേ ഈ ഫോൺ നമ്പറിൻ്റെ വിഷയം. അതായത് നിങ്ങളുടെ ഫോൺ എന്താണ്, നിങ്ങളുടെ ഫോണിന് ഈ ഫോണ് സിംപ്ലിഫൈറ്റ് പറയുന്നതാണെങ്കിൽ ഫോണിൽ നിന്ന് എന്ത് ചെയ്യും, മൊബൈൽ ടവറിലേക്ക് പോകും. മൊബൈൽ ടവർ ഞാൻ മഷാൽഖാനെ വിളിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ഞാൻ തായ്ബിനെ വിളിക്കാം. ഹലോ, തായ്ബിനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ തായ്ബിൽ നിന്ന് ഇവിടെ അടിക്കുന്നു. തായ്ബിൻ്റെ ഫോൺ നമ്പർ മൊബൈൽ ടവറിലേക്ക് പോകുന്നു. മൊബൈൽ ടവർ ആ ഫോൺ നമ്പർ സെർച്ച് ചെയ്യുന്നു, എന്നിട്ട് തായ്ബിൻ്റെ ഫോണാണെന്ന് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് തായ്ബിലേക്ക് കണക്ട് ചെയ്യുന്നു. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. അഗൈൻ ഇത് ഞാൻ വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയുന്നത്, അതിന് പ്രോസസ്സ് ഇത്ര സിംപ്ലിഫൈഡ് അല്ല, ബട്ട് ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം ഇവിടെ ആ മൊബൈൽ ടവറിന് തായ്ബ് എന്ന് പറയുന്ന വാക്ക് എന്തെങ്കിലും അറിയോ? സേവ് ചെയ്തത് തായ്ബ് എന്നോ ചക്കരയെന്നോ പൊന്നെ ബ്രോന്നോ അഹീന്നോ എന്തും ആർക്കറിയില്ല. ആ മൊബൈൽ ടവറിനെ സംബന്ധിച്ചിടത്തോളം the mobile tower does not care. മൊബൈൽ ടവറിന് എന്താണ് ആവശ്യം? മൊബൈൽ ടവറിന് ആവശ്യം ഫോൺ നമ്പറാണ്. ആ ഫോൺ നമ്പറാണ് ചെക്ക് ചെയ്യുക. ഓക്കെ, അത് സേവ് ചെയ്ത പേരൊന്നും മൊബൈൽ ടവറിന് ഇറ്റ് ഡസ് നോട്ട് കൺസേൺ. അതുപോലെ ആ സിമിലാരിറ്റിയാണ് ഞാൻ ഇവിടെ ഡ്രോ ചെയ്യുന്നത്. അതായത് സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം IP അഡ്രസ്സ് എന്ന് പറയുന്നൊരു വിഷയമേ ഇല്ല. സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം അത് സേവ് ചെയ്യുക MAC അഡ്രസ്സാണ്. MAC അഡ്രസ്സ് എന്താണ്? MAC അഡ്രസ് ഇസ് ദ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഫോർ എവറി ഡിവൈസ് ഇൻ ദ വേൾഡ്. ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്തോ MAC അഡ്രസ്സ് ഉണ്ടാവും. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇതിനിവിടെ ഒരു MAC അഡ്രസ്സ് ഉണ്ട്. അതുപോലെ നിങ്ങൾ ഈ കാണുന്ന ഡിവൈസിനും എല്ലാത്തിനും ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്തോ MAC അഡ്രസ്സ് വേണം. ഓക്കെ, അതിന് എവറി ഡിവൈസ് അത് ഫാക്ടറിയിൽ നിന്ന് ബേൺഡ് ഇൻ, അത് മാറ്റാൻ പറ്റാത്ത. പിന്നെ ചില ആളുകൾ പ്രിറ്റൻഡ് ചെയ്യുക, ചില ഹാക്കിങ്ങിനൊക്കെ MAC സ്പൂഫിംഗ് ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ചല്ല. ജനറലി ഇതെന്താണ്, അത് ഫിക്സ്ഡ് ആണ്, അത് ബേൺഡ് ഇൻ ഫാക്ടറിയിൽ നിന്ന് നിങ്ങളുടെ ഡിവൈസിലേക്ക് ബേൺ ഇൻ ആയിട്ട് തരുന്നതാണ് എന്ത്, നമ്മളുടെ MAC അഡ്രസ്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ബാക്ക്. ഓക്കെ, അപ്പം ഇവിടെ വരുമ്പോൾ തിരിച്ച് ലെയർ 2ലേക്ക് നമ്മളുടെ പാക്കറ്റ് എത്തുമ്പോൾ അതെന്ത് ചെയ്യും, അത് വെറും MAC അഡ്രസ്സിലേക്ക് തിരിച്ചു പോകും. എങ്ങനെ അത് തിരിച്ച് സഫയിലേക്ക് ആ പാക്കറ്റ് എത്തുമ്പോൾ എന്താവും, അത് നമ്മൾ ഇവിടെ ഞെക്കിയാൽ എന്ത് ചെയ്യും, ലെയർ 3ലേക്ക് എത്തി. ഓക്കെ, നൗ നിങ്ങൾക്ക് നൗ ഓക്കെ, ഇവിടെ ഇതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കേണ്ട ആവശ്യം. അതായത് ലെയർ 1 എങ്ങനെയാണ്, ലെയർ 2 എങ്ങനെയാണ്. അപ്പോൾ ഈ ഒരൊറ്റ ടൈപ്പ് ഓഫ് മെസ്സേജ് നമ്മൾ അങ്ങോട്ട് അയച്ച് അവർക്ക് മാത്രം എത്തുന്നതാണ് നമ്മൾ യൂണികാസ്റ്റ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്ന് വാട്സപ്പ് പറയൂലേ. അപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നില്ല അല്ലേ, ലെറ്റ് മീ ജസ്റ്റ് ഷോ മൈ ഫേസ്. ഓക്കെ, നമ്മൾ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്ന് പറയും. ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്താണ്, നമ്മൾ ഒരു മെസ്സേജ് ഇട്ട് അത് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നത്. ഓക്കെ, ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് മാത്രമല്ല, നമ്മൾ ചാനലുകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്ന് പറയും. അതായത് അത് ബ്രോഡായിട്ടാണ് അതിനെ കാസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ സംഭവിക്കുന്നത് യൂണികാസ്റ്റാണ്. അത് ഒരൊറ്റ സഫയിൽ നിന്ന് സൈനബിലേക്ക്, സൈനബിൽ നിന്ന് സഫയിലേക്ക്. ഓക്കെ, ഒരു കാര്യം കൂടി, നമ്മൾ എന്ത് പറഞ്ഞു, സ്വിച്ചിൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞു. സ്വിച്ച് ഇതൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അത് നമ്മളെങ്ങനെയാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നെറ്റ്വർക്ക് CLI കമാൻഡ് നിങ്ങൾ അടിക്കാൻ പോകണം. ഓക്കെ, നമുക്കിപ്പോൾ ആവശ്യം എന്താണ്, ഈ സ്വിച്ച് ഇതൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന ആ ടേബിൾ നമുക്ക് കാണാം, ബ്രെയിൻ നമുക്ക് കാണണം. ഓക്കെ, അപ്പോൾ ഇത് എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ്, ഞാൻ ഒന്നുകൂടി ഫുൾ സ്ക്രീൻ ഷെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇവിടെ ഞാൻ സ്വിച്ചിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യും. ഓക്കെ, സ്വിച്ചിന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യും. എന്നിട്ട് CLI നിങ്ങൾ ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ ഫിസിക്കൽ കോൺഫിഗർ CLIയിലേക്ക് വരിക. CLIയിൽ പോയിട്ട് ഓക്കെ, നിങ്ങൾ എനേബിൾ, എൻ്റെ ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്ത് എനേബിൾ എന്ന് ടൈപ്പ് ചെയ്യുക. എനേബിൾ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു #ടാഗ് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ എനേബിൾ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഷോ നമ്മൾ പറഞ്ഞു MAC അഡ്രസ് ടേബിൾ, MAC ഷോ, സോറി ഇതും കൂടിയുണ്ട്, MAC അഡ്രസ് ടേബിൾ. ഓക്കെ, ഓൾ റൈറ്റ്, നമുക്ക് നോക്കാം ഇത് ആരുടെയൊക്കെയാണ്. 009.7CE3. അപ്പം സൈനബിൻ്റെയും സഫേൻ്റെയും MAC അഡ്രസ്സ് ആര് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മളുടെ സ്വിച്ച് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വൈ നോട്ട് സഹല ആൻഡ് ഫാത്തിമ? കാരണം സഹലയും ഫാത്തിമ ഇതുവരെ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല, നടക്കുമ്പോഴാണ് ഇത് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നടത്തി നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നടത്തുക, നമ്മൾ സഹല എന്നെ ക്ലിക്ക് ചെയ്യുന്നു, ഡെസ്ക്ടോപ്പിൽ പോകുന്നു, കമാൻഡ് പ്രോംപ്റ്റിൽ പോകുന്നു, എന്നിട്ട് സഹലയിൽ നിന്ന് നമുക്ക് ഫാത്തിമയിലേക്ക് എത്തേണ്ടത്. ഫാത്തിമേൻ്റെ
IP അഡ്രസ്സ് നമ്മൾ നോക്കും. പിങ് ഓക്കെ 10.1.4 1.4. ഞാൻ നിങ്ങളിൽ നിന്നൊരു സംശയം പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഈ സെഷൻ ഞാൻ മനഃപൂർവ്വം ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആ സംശയം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് സംശയിക്കണ്ട. ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം നാച്ചുറലി ചിലപ്പോൾ വന്നേക്കാം. ഓക്കെ, വന്നാൽ നിങ്ങൾക്ക് അത് ചോദിക്കാം. ഓക്കെ, എനിവേസ് അത് നമുക്ക് അടുത്തതിലാണത് പഠിപ്പിക്കുക. അതുകൊണ്ടാണ് ഐ എം ജസ്റ്റ് ഗിവിങ് ഹെഡ്സ് അപ്പ്. ഓക്കെ, എനിവേസ് ഞാനിവിടെ പിങ് ചെയ്യണം. അതായത് സഹലയിൽ നിന്ന് സ്വിച്ച് വഴി ഫാത്തിമയിലേക്ക്. അപ്പോൾ ഫാത്തിമേൻ്റെ IP അഡ്രസ്സ് ഞാനിവിടെ കൊടുത്തു. ഞാൻ പിങ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ പിങ് ചെയ്യാം കേട്ടോ. വെയിറ്റ്, ഞാൻ ആദ്യം ഒന്ന് സിമുലേഷൻ ഒന്ന് റീസെറ്റ് ചെയ്യട്ടെ. സഹലയിലേക്ക് തിരിച്ചു വന്നു. പിങ്. ഓക്കെ, അപ്പോൾ അതാ സഹലയിൽ പാക്കറ്റ് വന്നു. ഓക്കെ, അതായത് ഓക്കെ പാക്കറ്റ് എന്ന് തന്നെ പറയാം. ഈ PC യും സ്വിച്ചിൻ്റെ ഇടയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഫ്രെയിമിംഗ് എന്ന് പറയാം. അത് അങ്ങോട്ട് പോകുമ്പോഴാണ് പാക്കറ്റ് ആവുക. എനിവേസ് അപ്പോൾ നമുക്ക് പാക്കറ്റ് തന്നെ പറയാം. ഓക്കെ, അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഞെക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഞെക്കുമ്പോൾ അത് സ്വിച്ചിലേക്ക് അയക്കുന്നു. സ്വിച്ചിൽ നിന്ന് അത് ഫാത്തിമയിലേക്ക് അയക്കുന്നു. ഫാത്തിമയിൽ നിന്ന് തിരിച്ച് സ്വിച്ചിലേക്ക് പോകുന്നു. സഹൽ ചോദിക്കുക, ഫാത്തിമ നീ അവിടെ ഉണ്ടോ? അപ്പോൾ ഫാത്തിമയിലേക്ക് എത്തി. ഫാത്തിമ തിരിച്ച് പറയുകയാണെന്ത്, സഹല ഞാൻ അവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, അങ്ങനെ ടിക്ക് മാർക്ക്. അങ്ങനെ ഇവരുടെ ഇടയിൽ മാത്രം കമ്മ്യൂണിക്കേഷൻ നടന്നു. ഇനി നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? ഇനി നമുക്ക് നമ്മളുടെ സ്വിച്ചിലേക്ക് പോയിട്ട് ഇത് ഉണ്ടോ നോക്കാം. ഇവരുടെ രണ്ടുപേരുടെയും അഡ്രസ്സ് സേവ് ചെയ്ത് വെച്ചിട്ട് നോക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് ചെയ്യുക? സ്വിച്ചിനെ ഞെക്കുക, CLIയിൽ പോകാം. ഓക്കെ, ഒന്നുകൂടി ടൈപ്പ് ചെയ്യാം. എന്തായിരുന്നു ടൈപ്പ് ചെയ്യുക? ഷോ മാക് അഡ്രസ്. ഈ CLI എന്താണ് ഈ സ്വിച്ചിൻ്റെ CLI? നമ്മൾ ഈ സ്വിച്ചിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. നമ്മൾ കാലി ലിനക്സിൽ പറഞ്ഞിരുന്നു എന്ത്? നമ്മൾ കാലി ലിനക്സ് പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു രണ്ട് ടൈപ്പ് ഓഫ് ഒരു മെഷീനായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ, ഒരു കമ്പ്യൂട്ടറായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ, ഒരു ഡിവൈസായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് GUI ഉണ്ട്, CLI ഉണ്ട്. അതായത് GUI എന്ന് വെച്ചാൽ GUI, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ഓക്കെ, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ് നമ്മൾ ഈ കാണുന്ന. ഇപ്പം നിങ്ങളിത് കാണുന്നില്ലേ? ഇപ്പം ഇത് കാണുന്നില്ല. ഇപ്പം ഇതെൻ്റെ സ്ക്രീനാണ്. അപ്പോൾ ഒരുപാട് ഗ്രാഫിക്സും ഇങ്ങനെ ക്ലിക്ക് ചെയ്യാനൊക്കെ പറ്റുന്നു. അതിനാണ് നമ്മൾ എന്താ പറയുക? GUI എന്ന് പറയാം. അതായത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസിനോട് ഞാൻ സംസാരിക്കുക. സ്വിച്ചേ നിൻ്റെ ബ്രെയിന് കാണിച്ച സ്വിച്ചേ എന്ന് പറയുന്നതാണ്. അതായത് കമാൻഡ് ടൈപ്പ് ചെയ്യാണ്. അതിനാണ് നമ്മൾ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ്. അപ്പം ഈ സ്വിച്ചിനായിട്ട് നമ്മൾ ചോദിക്കുകയാണ്, സ്വിച്ച് ഷോ മി യുവർ ബ്രെയിൻ. എന്താണ് ബ്രെയിൻ എന്ന് പറയുന്നത്? കോണ്ടൻറ്റ് അഡ്രസ്സബിൾ മെമ്മറി. നിൻ്റെ മെമ്മറി നീ ഇതെല്ലാം സേവ് ചെയ്ത് വെക്കുന്നില്ലേ? അതൊന്നും എനിക്ക് കാണിച്ചതാ. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനല്ല മീ സ്ക്രീൻ അഗൈൻ. ഓക്കെ, ഇവിടെ സ്വിച്ചിലേക്ക് പോകുന്നു. സ്വിച്ചിനോട് പറയുന്നു ഷോ മാക് അഡ്രസ് ടേബിൾ. എൻ്റർ. ഓക്കെ, കണ്ടോ? ഇപ്പം 4 ആളുടെ, അതായത് FA എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു. FA എന്ന് വെച്ചാൽ ഇതാട്ടോ. അത് നിങ്ങളോട് എത്രാമത്തെ പ്രാവശ്യം പറയുന്നത് എനിക്ക് ഓർമ്മയില്ല. ഫേസ്. FA എന്ന് വെച്ചാൽ ഇതാണ് FA ഫാസ്റ്റ് എത്തർനെറ്റ് കേബിൾ കൊണ്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് FA എന്ന് പറയുന്നത്. ഓക്കെ, എത്തർനെറ്റ് കേബിൾ കൊണ്ട് കണക്ട് ചെയ്ത്. ദിസ് ഇസ് എത്തർനെറ്റ് കേബിൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഇറ്റ് ഹാസ് എ സ്വീറ്റ് സൗണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചത് അതായത് ഈ സൗണ്ട് നമ്മൾ മൈക്കിൻ്റെ അടുത്ത് വെച്ചിട്ട് ആ സൗണ്ട് ഉണ്ടാക്കുന്ന എത്തർനെറ്റ് കേബിളാണ്. ഇതാണ് എത്തർനെറ്റ് കേബിൾ. ഓക്കെ, എനിവേസ് അപ്പം ആ എത്തർനെറ്റ് കേബിളായിട്ട് വെച്ച് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ലമീഷ ഇത്. ഓക്കെ, ഇത് എത്തർനെറ്റ് കേബിൾ വെച്ചിട്ട് അതുകൊണ്ടാണ് അതിന് FA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം FA വെച്ചിട്ടാണ് ഫസ്റ്റ് പോർട്ടിൽ ആരുണ്ട്? ഇത് ഫസ്റ്റ് പോർട്ടിൽ 00 അതായത് സഫ ഉണ്ട്. പക്ഷേ അത് സേവ് ചെയ്തത് സഫ എന്നല്ല സേവ് ചെയ്തത്, മാക് അഡ്രസ്, സഫേൻ്റെ മാക് അഡ്രസ്. അതുപോലെ തന്നെ രണ്ടാമത്തേൽ സഹലുണ്ട് അല്ലേ, സഹലുണ്ട്. മൂന്നാമത്തേൽ ഫാത്തിമ ഉണ്ട്. നാലാമത്തേൽ സൈനബ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ സെഷനിൽ പഠിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ചുരുക്കത്തിൽ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഈ സെഷനിൽ പഠിച്ച കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് നമ്മൾ ഹബ്ബ് എന്താണ്? ഹബ്ബ് ആണുങ്ങളുടെ സൈഡിൽ ഹബ്ബായിട്ട് നമ്മൾ ഉപയോഗിച്ചത്. അതായത് ഹബ്ബിൽ നിന്നൊരു മെസ്സേജ് കിട്ടിയാൽ അത് എല്ലാവർക്കും അയക്കും. രണ്ടാമത്തെ നമ്മൾ പഠിച്ചത് സ്വിച്ചാണ്. സ്വിച്ച് കറക്റ്റ് ആളുകൾക്ക് മാത്രമേ അയച്ചു കൊടുക്കൂ. പക്ഷേ അതെങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. സ്വിച്ചിന് എന്തുണ്ട്? ഒരു ബ്രെയിൻ ഉണ്ട്. ആ ബ്രെയിനിനാണ് നമ്മൾ ക്യാം ടേബിൾ എന്ന് പറയുക. ക്യാം എന്ന് വെച്ചാൽ കോണ്ടൻറ്റ് അഡ്രസ്സബിൾ മെമ്മറി. അതിന് മെമ്മറി പവർ ഉണ്ട്. അപ്പോൾ ഓരോ ആളുകളുടെ, അതായത് ആ സ്വിച്ചായിട്ട് കണക്ട് ചെയ്ത ആ പെൺകുട്ടികളുടെ അവരുടെ പേരാണോ സേവ് ചെയ്തത്? അല്ല, അവരുടെ മാക് അഡ്രസ്സാണ്. അതായത് അവരുടെ ഡിവൈസിന് മാത്രമായിട്ടുള്ള ഒരു അഡ്രസ്സ് ഉണ്ട്, ഒരു നമ്പർ ഉണ്ട്. ഒരു നമ്പറിൻ്റെ ലെറ്റേഴ്സിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അത് സ്വിച്ചിൻ്റെ ബ്രെയിനിൽ, അതായത് ഒരു ടേബിളിൽ സേവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി അടുത്ത പ്രാവശ്യം ഒരു മെസ്സേജ് വന്നിട്ട് സഫേൻ്റെ ഡിവൈസിന് ഒരു മെസ്സേജ് വന്നിട്ട് പറയാണ് നിങ്ങളെന്താണ് സൈനബിനാക്കും.
അപ്പോൾ സ്വിച്ചിന് കറക്റ്റ് അറിയാം എന്ത് സൈനബ് എന്ന് പറയുന്നത് മാക് അഡ്രസ്സ് ഇതാണ്, അതെൻ്റെ പോർട്ട് 4 ജീവിക്കുന്നത് എന്ന് ആർക്കറിയാം? സ്വിച്ചിനറിയാം. ആ സ്വിച്ച് കറക്റ്റ് അവർക്ക് മാത്രം അയച്ചു കൊടുക്കും. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ ക്യാം ടേബിളിൽ എങ്ങനെയാണ് ഇത് കാണേണ്ടത്? നമ്മൾ സ്വിച്ചിൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസിൽ പോയിട്ട് ഷോ മാക് അഡ്രസ് ടേബിൾ എന്ന് അടിച്ചാൽ അതിൻ്റെ മെമ്മറി ടേബിൾ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ചുരുക്കത്തിൽ പഠിച്ചത്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ഈസി. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണാം. ഇൻഷാല്ലാ നമ്മളെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷനിൽ നിങ്ങൾക്ക് എന്തായാലും ഡൗട്ട് ഉണ്ടാവും. ദ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ എന്തായാലും ഡൗട്ട് ഉണ്ടാവും. ദാറ്റ്സ് നോർമൽ, ഇറ്റ്സ് ഓക്കെ. ബട്ട് ദെൻ ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് ടൈം ഇൻട്രാക്ടിങ് വിത്ത് നെറ്റ്വർക്ക് പാക്കറ്റ്. നമ്മൾ പാക്കറ്റ് പറക്കുന്നത് കണ്ടു, നമ്മളതിനെ വി സ്ലോ ഇറ്റ് ഡൗൺ. നമ്മൾ ഫസ്റ്റ് നെറ്റ്വർക്ക് കമാൻഡ് ലൈൻ ഇൻ്റർഫേസിൽ നമ്മൾ കമാൻഡ് കൊടുത്തു. ഓക്കെ, ഇറ്റ്സ് കമ്മിങ് ആൻഡ് യൂസിങ് ഓഫ് ദിസ് ഇതൊക്കെ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് എന്തിനാണ്? ഫ്രം നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് വി ആർ ഗോയിങ് ടു ജംപ് റൈറ്റ് ഇൻ. വി ആർ ഗോയിങ് ടു യൂസ് Nmap. We are going to scan networks. We are going to do reconnaissance. Okay? So we're going to do all that. So till then, Assalamu alaikum wa rahmatullahi wa barakatuhu.